അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. നമ്മുടെ മാവേലി തമ്പുരാൻ അങ്ങനെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. മാവേലി തമ്പുരാനോട് പറയാനുള്ളത് ശംഭുവൊക്കെ വെച്ചിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി. പിന്നെ മാവേലി തമ്പുരാനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു നിയമപ്രകാരമായ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മലയാളി എന്നത് അല്ലെങ്കിൽ ഒരു കേരളീയൻ എന്നതിൽ താങ്കളെ ഈ കാര്യങ്ങൾ അറിയിച്ചില്ലെങ്കിൽ അത് തെറ്റായി പോകും. കാരണം താങ്കൾ വർഷത്തിലൊരിക്കലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ താങ്കൾ അറിയുന്നുണ്ടല്ലോ. താങ്കൾ സാധാരണ എല്ലാ വീടുകളിലെ വാതിലിലും ഒക്കെ മുട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതൊന്നും കുഴപ്പമില്ല, എല്ലാ വർഷം മുട്ടുന്നത് പോലെ ഈ വർഷം മുട്ടാൻ നിൽക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. നടിമാരുടെ വാതിലിൽ പോയി മുട്ടാൻ നിൽക്കേണ്ട, മാവേലി കൂടുങ്ങും. കാരണം ഒന്നാമത്തെ പ്രശ്നം, ഇവിടെ ഹേമ കമ്മിറ്റി മറ്റേ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്മിറ്റി ഇറങ്ങിയിട്ടുണ്ട്. അഥവാ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും നടിമാരുടെ വാതിലിലാണ് മുട്ടുന്നതെങ്കിൽ കഴിഞ്ഞു, അടുത്ത മാവേലി കമ്മിറ്റി വരും. അങ്ങനെ എങ്ങാനും മാവേലി കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം മറ്റേ വാമന ഇങ്ങോട്ട് വിടത്തില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റൂല. അവസാനം ഫുള്ള് കേസാവും, ഭയങ്കര പ്രശ്നമാവും. പിന്നെ മാവേലി പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുള്ള കേസൊക്കെ മലയാളികൾക്ക് തന്നെ നാണക്കേടാവും. അതുകൊണ്ട് വേണ്ട മാവേലി, അറിയാതെ എങ്ങാനും നിങ്ങൾ നടിമാരുടെ വാതിലിൽ പോയി മുട്ടാൻ നിൽക്കരുത്. സ്നേഹം കൊണ്ട് പറയാണ്. നിങ്ങൾ എല്ലാ വർഷവും സന്തോഷത്തോട് കൂടിയിട്ട് കേരളത്തിൽ വന്ന് പോകണം. അതുകൊണ്ടുള്ള ഒരു മലയാളിയുടെ ആഗ്രഹമായതുകൊണ്ട് പറയുകയാണ്. പ്രത്യേകിച്ച് പൂതറ നടിമാരുടെ വാതിലിൽ പോയി മുട്ടരുത്, അത്രേ പറയാനുള്ളൂ. സ്നേഹം മാത്രം എല്ലാവരോടും, പ്രത്യേകിച്ച് മാവേലിയോട്.